ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കാബേജ് തോരനാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കാബേജ് നന്നാക്കി എടുക്കാം. നല്ല കുനുകുനും തന്നെ അരിഞ്ഞെടുക്കണം. എന്നിട്ട് കാബേജ് അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 10-15 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അപ്പം അതിൻ്റെ വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകും. എന്നിട്ട് 10-15 മിനിറ്റ് നേരം നമ്മൾ വെള്ളത്തിലിട്ടിട്ട് കഴുകി വാരി എടുക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലെയാണ് കാബേജ് ഞാൻ മുറുക്കാറ്. പിന്നെ ഇങ്ങനെ നീളം ടൈപ്പിലും മുറുക്കാറുണ്ട്. അപ്പം നമ്മളിതുപോലെയാണ് മുറുക്കണത്. അപ്പം നമുക്ക് കാബേജ് മുറുക്കിയിട്ട് കാണാം. അപ്പോൾ ഇതിങ്ങനെ ഇതേപോലെ ഇട്ടിട്ട് അപ്പം നമ്മൾ കാബേജൊക്കെ നന്നാക്കി എടുത്തു. ഇതേപോലെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളൊരു 10-20 മിനിറ്റ് വെള്ളത്തിലിട്ട് കഴുകി 2-3 പ്രാവശ്യം കഴുകി എടുത്തതാണ് കേട്ടോ. നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് കാബേജ് ഇപ്പത്തേക്ക് കുറയും കേട്ടോ. ഈ ഇരിക്കണ പോലെ അത്ര കൂടുതലൊന്നും ഉണ്ടാവില്ല. അത് വെന്ത് വരുമ്പോൾ കുറച്ച് കുറഞ്ഞിരിക്കും. അപ്പം അതനുസരിച്ച് ഉപ്പിട്ടാൽ മതി. ഇപ്പം കാണുമ്പോൾ ഇത്ര ഉണ്ടെങ്കിലും പിന്നെ നമുക്ക് നോക്കിയിട്ട് ഇടാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 5-10 ചെറിയ ഉള്ളി അരിഞ്ഞത് വെച്ചതാണ് വട്ടത്തിൽ. നമുക്ക് സവോളയും ഇതിന് പകരം ചേർക്കാം കേട്ടോ. പിന്നെ ഒരു 4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ്. നീളത്തിൽ വേണമെങ്കിൽ അരിഞ്ഞെടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില, ഇനി കുറച്ച് തേങ്ങ ചേർക്കണം നമുക്കതിൽ. അപ്പോൾ ഞാനൊരു 4 ടീസ്പൂൺ തേങ്ങ ചേർത്തിട്ടുണ്ട്. തേങ്ങ എത്ര ചേർക്കണം അത്രയും ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചേർക്കാം. ഇനി നമുക്കിതൊന്ന് തിരുമ്മി എടുക്കണം കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് തിരുമ്പി യോജിപ്പിച്ചെടുക്കുക. ഇതിൻ്റെ പകുതി തോരനൊക്കെ ഉണ്ടാവുള്ളൂ വെന്ത് വരുമ്പോൾ. തേങ്ങയും പച്ചമുളകും ഉള്ളിയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ച് കിട്ടാനായിട്ടാണ്. ചിലവർ ഇതിൽ ജീരകപ്പൊടി ചേർക്കൂട്ടോ. ഞാനിപ്പോൾ ജീരകപ്പൊടി ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജീരകപ്പൊടി ചേർക്കുക. ഇവിടെ 1-2 പേർക്ക് ജീരകപ്പൊടി ഇടുന്നത് ഇഷ്ടമല്ലേ. അതുകൊണ്ടാണ് ഞാൻ ജീരകപ്പൊടി ചേർക്കാണ്ടിരിക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജീരകപ്പൊടി ചേർക്കുക കേട്ടോ. ജീരകം ഒന്ന് ചതച്ച് ചേർക്കുക, അല്ലെങ്കിൽ പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർക്കുകയൊക്കെ ചെയ്യും. അപ്പം നമ്മളിത് നന്നായിട്ട് നന്നായി തിരുമ്പിയെടുത്തു. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം തന്നെ നമ്മുടെ തോരനിൽ കുറച്ച് വെള്ളമുണ്ട്. നമ്മൾ കഴുകി ഊറ്റി എടുത്തേ ഉള്ളൂ. അതാണ് വെള്ളം വന്നത്. കഴുകി ഒരു പാത്രത്തിൽ വാരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ അങ്ങോട്ട് പോയി കിട്ടും. നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. ഉരുളി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് ചേർക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമുക്ക് നമ്മൾ തിരുമ്പി വെച്ച കാബേജ് ഇട്ട് കൊടുക്കാം.
നമ്മുടെ കേബേജ് തോരനിലെ വെള്ളങ്ങളൊക്കെ ഏകദേശം വറ്റി. അത് തേങ്ങയുടെ നമ്മൾ കുഴച്ചപ്പോൾ തേങ്ങയുടെ ഇതൊക്കെ വന്നതാണ്. പിന്നെ കേബേജ് നമ്മൾ നന്നായിട്ട് വെള്ളം കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കഴുകി ഊറ്റിയതും നമ്മൾ ഇതിലേക്ക് മസാലകൾ ചേർത്തു. ഇനി നമുക്ക് ഒരു ക്യാരറ്റ് അരിഞ്ഞത് ഇതിൽ ചേർക്കാം. ചെറിയൊരു ക്യാരറ്റാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കേബേജ് തോരൻ. വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളം മുഴുവനും തോർന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ കേബേജ് തോരൻ്റെ ഇതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ.